എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ യോഗം സമാധാനപരമായി നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ മേയറോട് ചോദിക്കുക. നടന്നിട്ടില്ല. ഏത് യോഗത്തിലായിരുന്നാലും പരസ്പരം വീഴ്പ്പലക്കലും പരസ്പരം പഴിചാറലും മിസ്മാനേജ്മെൻറ്റിനെ കുറിച്ചും പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ചും ഇത് മാത്രമേ കേൾക്കാനുള്ളൂ, പ്രതിപക്ഷത്തിന് പറയാനുമുള്ളൂ. എന്താണ് ഇതിൻ്റെ വികാരമെന്ന് ആർക്കും അറിയില്ല. കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ ഭരിച്ചിരുന്ന മേയർമാരിൽ ഏറ്റവും പരിചയമില്ലാത്തതും ഒരു സ്റ്റുഡൻറ്റിനെയും പിടിച്ച് മേജറാക്കിയതിൻ്റെ ഭവിഷ്യത്തുകളാണ് തിരുവനന്തപുരം നിവാസികൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു പുതിയ ട്രയൽ റൺ അല്ല നടത്തിയത്. അല്ലെങ്കിൽ ആദ്യമായി പ്രായം കുറഞ്ഞ ഒരു കുട്ടിയെ മേയറാക്കി എന്നുള്ള പേരെടുക്കാൻ വേണ്ടിയല്ല. ആരുടെയോ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു റബ്ബർ സ്റ്റാമ്പിന് വേണമായിരുന്നു. പറയുന്നിടത്ത് സൈൻ ചെയ്യാനുള്ള ഒരാളെ വേണം. അത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അത് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പിടിച്ച് മേയറാക്കി. മേയർ ഗൗൺ ധരിച്ചു കഴിഞ്ഞാൽ മേയർ ആകണമെന്നില്ല, ആകത്തുമില്ല. അതിനുള്ള പരിചയസമ്പത്ത് വേണം. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. ആ തലസ്ഥാനത്തിരിക്കുന്ന ആ മേയർ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ആക്കിയവർക്കുള്ളൊരു വിവരം ഉണ്ടാകണം. അതില്ലാത്തതാണ്, ആ വിവരക്കേടാണ് ഈ ജനം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുമ്മാ വഴി പോണ ബസ്സിനെ തടഞ്ഞു നിർത്തുക, ഭർത്താവിനത് കയറ്റി ആൾക്കാരെ പുറത്ത് പറഞ്ഞേക്കുക, ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുക, അവർ ജോലിയിൽ നിന്ന് കളയുക. പിന്നെ ഏതെങ്കിലും ഹോട്ടലിലുള്ള പാവം വാച്ച്മാൻ ജോലി ചെയ്യുന്ന അവരെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുക. ഈ കലാവിരുന്നുകൾ കാണിക്കുന്നൊരു ഒരു കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ മേയറായിട്ട് അവരോഹണം ചെയ്തിരിക്കുന്നത്. എന്തോരം നാണം കെട്ട് ഏർപ്പാടെന്ന് വയ്ക്കുന്നത്. എപ്പോഴായിരിക്കും ഇതിനൊരു അവസാനം കാണുക? എവിടെ നോക്കിയാലും ഏത് യോഗത്തിലായിരുന്നാലും അഴിമതി കഥകളെക്കുറിച്ച് മാത്രമേ പ്രതിപക്ഷത്തിന് പറയാനുള്ളൂ. ഒരു യോഗം പോലും സമാധാനപരമായി സമാപിച്ചിട്ടില്ല. പല ബുദ്ധിവൻ അസഭ്യ വാക്കുകൾ പറയുന്നു. ഈവൻ പരസ്പരം തല്ലുകൂടുന്നു. മേയറുടെ കസേര വരെ വലിച്ചു പൊളിക്കുന്നു. ഇത്രയും ഒരു മോശമായ അവസ്ഥയിൽ ഈ കോർപ്പറേഷനെ എത്തിച്ച ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യരുത്. ഈ കുട്ടിയെ ഒരു മേയറാക്കിയ അവരോട് പറയുകയാണ്, ഇത് വലിയ ക്രൂരതയായിപ്പോയി, കൊടുങ്കൈയായിപ്പോയി. നിങ്ങൾ ആ പാർട്ടിക്ക് തന്നെ ഇതൊരു ക്ഷീണമാണ്. ഒന്നിനും ഒരു വിധമായ ഒരു എക്സ്പീരിയൻസോ ഒരു കാലിബറോ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു തീരുമാനമെടുക്കാനോ സാധിക്കാത്ത ഒരു ആയിപ്പോയി. ഒരു മേയറാണ്, തിരുവനന്തപുരം സിറ്റിയുടെ ഒരു മേയറാണ്. തോന്നിയവർക്ക് എപ്പോഴും കയറി മേയാനുള്ളൊരു സ്ഥലമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇത് ആർക്ക് എന്ത് വേണോ നേരെ മേയറിൻ്റെ ഉത്തരം സൈൻ ചെയ്യാം, മേയർ അങ്ങ് സൈൻ ചെയ്യും. കേരളത്തിൽ തിരുവനന്തപുരം
കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ഇത്ര ഗതികെട്ട, ഇത്ര ഇന്നെഫിഷ്യൻ്റായിട്ടുള്ള ഒരു മേയർ ഉണ്ടായിട്ടില്ല. ഈ മുൻകാലങ്ങളിൽ ആ പദവി വഹിച്ചവർക്ക് വരെ ഒരു നാണക്കേടുണ്ടാക്കി വയ്ക്കുന്ന ഒരു മേയറാണിപ്പോൾ തിരുവനന്തപുരത്തുള്ളത്. ഒരു മാനേജ്മെൻറ്റില്ല, അവർക്ക് എന്ത് ചെയ്യണമെന്നും ഏത് ചെയ്യണമെന്നും അറിയില്ല. ആ സിറ്റിയുടെ ഏത് ഭാഗത്തും എത്രയോ പൊളിഞ്ഞു കിടക്കുന്ന ഈ വെയിറ്റിംഗ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കോർപ്പറേഷനെ വിട്ട് അതെവിടെയൊക്കെ അർജൻറ്റായിട്ട് റിപ്പയർ ചെയ്യണമോ, വഴിയാത്രക്കാർക്ക് ആ ബസ് കാത്തിരിക്കുന്ന അവിടങ്ങളിൽ അതിൻ്റെ റൂഫില്ല. മഴയാണെങ്കിൽ മഴ നനയണം, ചൂടാണെങ്കിൽ ചൂടേക്കണം. എത്ര ഷെഡുകളാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഇതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇവർ വലിയ വലിയ പ്രോജക്റ്റുകൾ കൊടുക്കുന്ന ഗവൺമെൻറ് പല ആനുകൂല്യങ്ങളുണ്ട്, അത് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. കോർപ്പറേഷനിലുള്ള റോഡുകൾ എത്ര ഉപയോഗശൂന്യമായി കിടക്കുന്നു. പിന്നെ വേസ്റ്റ് നല്ല രീതിയിലായില്ല. പരിമിതികളുണ്ട്, എല്ലാത്തിനും പരിമിതികൾ. കോർപ്പറേഷനെ സംബന്ധിച്ച് സാമ്പത്തിക കുഴപ്പമൊന്നുമില്ല. ഒരു മാക്സിമം അഡ്വാൻസ് ടാക്സ് വരെ പിരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. ടാക്സ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ CPMകാരോട് പറയുകയാണ്, പറ്റുകയാണെങ്കിൽ നിങ്ങൾ തൽക്കാലം ഈ മേയറെ മാറ്റി കഴിവുള്ള ആരെങ്കിലും ആ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുക. ശേഷിക്കുന്ന സമയമെങ്കിലും ഒരു നല്ലൊരു മേയർ ഉണ്ടെന്ന് ഈ തിരുവനന്തപുരം വാസികൾക്ക് ഒരു തോന്നലുണ്ടാകട്ടെ. കൂടുതലൊന്നും പറയാനില്ല, നല്ലതൊന്നും പറയാനില്ല. ഇതൊന്ന് ശ്രദ്ധിച്ചാലും. അതുപോലെ തന്നെ കോർപ്പറേഷനിലെ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും പറയുന്നു, ഈ തല്ലുകൂടും ബഹളമൊക്കെ ഒന്ന് കാണിക്കാതിരിക്കുക, നാണക്കേടാണ്. നമുക്ക് മറ്റു പല സ്ഥലങ്ങളിലുള്ളവർ നമ്മെ കണ്ട് കളിയാക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കോർപ്പറേഷനിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. പക്വതയില്ലാത്തൊരു കൊച്ചിനെ പിടിച്ചാക്കിയതാണ് ഇതിൻ്റെ കുഴപ്പങ്ങളെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് പ്രതീക്ഷിക്കാം, ഇനിയുള്ള സമയമെങ്കിലും ഒരു കഴിവുള്ള ആരെങ്കിലും ആ കോർപ്പറേഷൻ മേയറാക്കുക. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.